അൻഹയുടെ വഫാത്തിന്റെ കാര്യം പറഞ്ഞ് നമുക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഇനി ഒരിക്കലും നിങ്ങളെ ചിന്ത മാറരുത്. മാറുവോ? ചിന്ത മാറുവോ? ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ട് പോകില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കണവരങ്ങ് തൽക്കാലം ഒന്ന് കസേരയിൽ വന്നിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് അപ്പുറം പോയിരിക്കുക. ചിന്ത ഒന്നും ഇനി മാറരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വലുതാവുകയാണ്, വളരുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 4 വയസ്സായപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. മുത്തുനബി തങ്ങളുടെ 4-ാം വയസ്സ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 4 വയസ്സായപ്പോ അപ്പോഴാണ് ബീവി ആമിന റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ രംഗമൊന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. ഹബീബായ തങ്ങൾ എത്ര കണ്ട് സങ്കടപ്പെട്ടിരിക്കുമല്ലേ. ഉമ്മാന്റെ വേർപാട് കണ്ണുകൊണ്ട് നേരിൽ കാണുകയാ. എന്റെ ബാപ്പ മരിക്കുമ്പോ ഈ പാവപ്പെട്ട ഞാൻ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഓതിപ്പടിക്കുന്ന സമയമാ. എന്റെ ബാപ്പ മരിക്കുമ്പോ എനിക്കെന്റെ ബാപ്പക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നുവോ, എന്നെയും എന്റെ സഹോദരിയെയും മരിക്കണ സമയത്തൊന്ന് നേരിൽ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്റെ സഹോദരി വേറെ സ്ഥലത്ത് പഠിക്കുന്നുണ്ടായിരുന്നു, ഞാനാണെങ്കിലോ മലപ്പുറം ജില്ലയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയമാ. എന്റെ ബാപ്പയുടെ മരണരംഗം കാണാൻ മകനായ എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ ബാപ്പ മരിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷമാ എന്റെ ബാപ്പാന്റെ മയ്യത്തിന്റെ അരികിലേക്ക് ഞാൻ എത്തുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല മുത്തുനബി തങ്ങളെ ബറക്കത്ത് കൊണ്ട് എന്റെ ബാപ്പാന്റെ ഖബർ പ്രകാശം കൊണ്ട് നിറക്കട്ടെ. ആമീൻ പറയും. നിങ്ങൾ എനിക്ക് ചെയ്യുന്ന നന്ദി അതാ. എന്റെ ബാപ്പക്ക് വേണ്ടി ഈ സദസ്സിൽ ദുആ ചെയ്യുമ്പോ നിങ്ങൾ ഉറക്ക ആമീൻ പറയലാ. എന്റെ ബാപ്പാന്റെ ഖബർ അല്ലാഹ് ഹബീബായ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് പ്രകാശം കൊണ്ട് നിറക്കട്ടെ. ഒപ്പം ഈ കൂട്ടത്തിൽ ആരുടെയൊക്കെ ഉമ്മ ബാപ്പന്മാര് മരിച്ചിട്ട് ഖബറിലുണ്ടോ, അവരുടെ ഖബറും അല്ലാഹ് പ്രകാശം കൊണ്ട് നിറക്കട്ടെ. എന്നാൽ ആമിന ബീബി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് ഹബീബായ തങ്ങൾ 4 വയസ്സുള്ള സമയത്താ. ഉമ്മ ഇങ്ങനെ മരിക്കുന്ന രംഗം 4 വയസ്സുള്ള സമയത്ത് ഹബീബായ തങ്ങൾ നേരിൽ കാണുന്ന രംഗം ഒന്ന് ഓർത്തു നോക്കൂ മക്കളെ, ഒന്ന് ഓർത്തു നോക്കൂ അനുജന്മാരെ. എത്ര കണ്ട് സങ്കടപ്പെട്ടിരിക്കുമല്ലേ ആ നേതാവ് ചരിത്രത്തിൽ കാണാം. ഹബീബായ തങ്ങൾക്ക് 4 വയസ്സായപ്പോ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 4 വയസ്സാണോ 5 വയസ്സാണോ 6 വയസ്സാണോ, അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുമുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. 6 എന്ന് പറഞ്ഞവരുണ്ട്, 4 എന്ന് പറഞ്ഞവരുണ്ട്, 5 എന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും 6 എന്ന് വെക്കാം. 6-ാമത്തെ വയസ്സിൽ ഉമ്മയായ ആമിന ബീബി റളിയല്ലാഹു അൻഹാ ഈ കുട്ടിയെ കയ്യിൽ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നു മദീനയിലേക്ക്. എന്തിനാണ് മദീനയിലേക്ക് പോകുന്നത്? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മാവന്മാരുണ്ട്, അഥവാ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ സഹോദരന്മാരുണ്ട്. ഉമ്മാന്റെ സഹോദരന്മാരെ കാണാൻ ഈ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് മദീനയിലേക്ക് പോവുകയാ. കൂടെ ആരുണ്ട്? ഉമ്മു ഐമൻ ബീബി റളിയല്ലാഹു അൻഹയുണ്ട്. അങ്ങനെ അമ്മാവന്മാരുടെ അരികിൽ 1 മാസക്കാലം ഈ കുഞ്ഞിനെയും കൂടെ നിർത്തിയിട്ട് ഉമ്മ അവിടുന്ന് താമസിക്കുകയാ. 1 മാസം പിന്നിട്ടപ്പോ അതാ തിരിച്ച് മക്കയിലേക്ക് മടങ്ങി വരുന്നു. മടങ്ങി വരുന്ന സമയത്ത് മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഒരൽപ്പം തെറ്റിയാലുള്ള സ്ഥലമാണ് അബുവാ. ആ
സ്ഥലത്തെത്തിയപ്പോ അതാ ഞാൻ ഈ അടുത്ത് മദീനയിൽ പോയപ്പോ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ബോർഡ് എഴുതി വെച്ചത് കാണാൻ കഴിയും. അബുവാ എന്ന സ്ഥലത്തേക്ക് ഇത്ര കിലോമീറ്ററാ. ചരിത്രത്തിൽ കാണാം ഒരഭിപ്രായ പ്രകാരം ഹബീബാനെ തങ്ങളുടെ ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ അതേ ഖബറുള്ളത് അവിടെയാണ് മഹദി മരിക്കുന്നത്, വഫാത്താകുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് വഫാത്താകുന്നു. അന്ന് ഹബീബായ തങ്ങൾക്ക് 4, 5, 6 വയസ്സ് മാത്രമാ. ആ രംഗം നേരിൽ കണ്ടവർ പറയുകയാ, ആമിന ബീവി വഫാത്താകുന്ന സമയത്ത് ഈ കുഞ്ഞ് അവിടെ നിൽക്കുകയാ. ഉമ്മ ഈ കുഞ്ഞിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാ. എന്തൊരു സങ്കടമല്ലേ. പിന്നീട് വലിയ നേതാവാകാൻ പോവുകയാണ്. ആ രംഗം കാണാൻ ഉമ്മ ഇല്ലല്ലോ. ഉമ്മാന്റെ സങ്കടമാ. എന്റെ മകൻ വലിയ സ്ഥാനത്തേക്ക് വരുന്ന രംഗം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കത് കാണാനില്ലല്ലോ. ആ ഉമ്മാന്റെ സങ്കടം എത്രയാ. ഈ മകനിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ആ മകനിലേക്ക് ഇങ്ങനെ നോക്കുകയാ. മകന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഉമ്മ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഈ ചൗക്കി എന്ന നാട്ടിൽ ഇൽമിന്റെ സദസ്സിലിരുന്ന് എന്റെ വാല കേൾക്കുന്ന ഉമ്മമാര്, ആ ഉമ്മ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? കുല്ലു ഹയ്യിൻ മയ്യിത്തുൻ. ഈ മകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പൊന്നുമോന്റെ തലയിൽ കൈവച്ചിട്ട് തലോടിച്ചിട്ട് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, നിന്റെ ഉമ്മയായ ആമിന ഉമ്മയായ ഞാനിതാ മരിക്കാൻ പോവുകയാ. മോനെ, ജീവിച്ചിരിപ്പുള്ള ഏതൊരാളും മരിക്കും കേട്ടോ. ജീവിച്ചിരിപ്പുള്ള ഏതൊരാളും മരിക്കും. ഇപ്പോൾ ഞാൻ വരുന്നത് എവിടുന്നാണെന്നറിയോ? പൊയ്യത്തബയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരണ വീട്ടിൽ കയറിയിട്ടാ വരുന്നത്. പൊയ്യത്തബയിൽ മണവാട്ടി ബീവി മഖാമിന്റെ ചാരത്തുള്ള ഖബർസ്ഥാനിൽ ചെന്ന് അവിടെയുള്ള ഒരു ഖബറിന്റെ അരികിൽ നിന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ടാ വന്നത്. ആരുടെ ഖബറാ? ആരുടെ മരണ വീടാ? ഇന്നലെ മരണപ്പെട്ടു പോയ പൊയ്യത്തുബയിലുകാരനായ അന്തു എന്ന് പറയുന്ന ഏകദേശം 43 വയസ്സുള്ള ഒരാളാ. 1998 അതാ ഒരു തെങ്ങിൻ മരത്തിൽ നിന്ന് താഴെ വീണ് അരക്ക് താഴെ നിശ്ചലനായി ഏകദേശം 25 വർഷക്കാലം കിടന്ന കിടത്തത്തിലായി ആയുസ് കടിച്ചുകൂട്ടിയ ചെറുപ്പക്കാരനാ. എന്റെ വാല കേൾക്കുന്ന ചെറുപ്പക്കാരാ, റബ്ബ് തന്ന ആരോഗ്യത്തിന്റെ പേരിൽ ധിക്കാരം കാണിച്ച് നടക്കല്ലടാ. അല്ല തന്ന ആരോഗ്യത്തിന്റെ പേരിൽ അഹങ്കരിച്ച് നടക്കല്ല, തൂർത്തടിച്ച് നടക്കല്ല. നിന്റെ ശരീരത്തിലുള്ള ആരോഗ്യം നിന്റെ പവറല്ല. വാല പറയുന്ന നൗഫലിന്റെ ശരീരത്തിലുള്ള ആരോഗ്യം അത് നൗഫലിന്റെ പവറല്ല. ഈ ശരീരത്തിൽ നിന്ന്, നിങ്ങളെ ശരീരത്തിൽ നിന്ന് ആരോഗ്യം ഏത് സമയത്തും ഊറിയെടുക്കാൻ കഴിവുള്ളവനാ അല്ലാ. കല്യാണത്തിന്റെ പേരിൽ തോന്നിവാസം നടത്തുന്ന ചെറുപ്പക്കാരാകരുത്. കല്യാണത്തിന്റെ പേരിൽ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് കൂട്ടുകാരെ കൂടെ ചെല്ലുമ്പോ തോന്നിവാസങ്ങൾ കാണിക്കുന്ന ചെറുപ്പക്കാരില്ലേ, എടോ നിന്റെ ജാതി ഏതാണടാ? നിന്റെ മതം ഏതാണടാ? നിന്റെ ദീൻ ഏതാണടാ? ഇസ്ലാം പഠിപ്പിക്കാത്ത അനാചാരം ചെയ്യുന്ന നിനക്ക് ഇസ്ലാമിന്റെ ടൈറ്റലിൽ നടക്കാൻ എന്ത് അർഹതയാടാ ഉള്ളത്? മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കാൻ എന്ത് അർഹതയാടാ ഉള്ളത്? കൊറോണ വന്നപ്പോ കേവലം 3 ആളുകളെ കൊണ്ട് കല്യാണം നടത്തി കാണിച്ചില്ലേ നമ്മുടെ സമുദായം? കൊറോണ വന്നപ്പോ കേവലം 50 ആളെ കൊണ്ട് കല്യാണം ചെയ്ത് കാണിച്ചു കൊടുത്തില്ലേ നമ്മുടെ സമുദായം? ആ കൊറോണ കഴിഞ്ഞപ്പോ മാസ്കുകളെല്ലാം മാറ്റിവെച്ചപ്പോ
എടാ, നിന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ മാഹാത്മ്യം തുറന്നടിക്കാൻ നീ സമയം വീണ്ടും കണ്ടെത്തിയല്ലോ. കല്യാണത്തിന്റെ പേരിൽ ധൂർത്തടിക്കാൻ നോക്കിയല്ലോ. പുതിയാപ്പിള കോലം കെട്ടിയിട്ട് നടന്നു നീങ്ങിയല്ലോ. പുതിയ പെണ്ണിനെ കൊണ്ട് കോലം കെട്ടിച്ചിട്ട് നടന്നു നീങ്ങിയല്ലോ. ഓ താത്തമാര്, കാസർഗോഡ് ജില്ലയിലെ ഉമ്മമാര്, ഈ രംഗം കണ്ട് കയ്യും കൊട്ടിയിട്ട് പൊട്ടിച്ചിരിച്ച് നിങ്ങളതാ കൂടെ നിന്ന് കൊടുത്തില്ലോ. പ്രായമുള്ള ഉപ്പമാര്, മരിക്കാൻ സമയം അടുത്തിരിക്കുന്നവര്, നിങ്ങളുടെ പേരമക്കളായ ചെറുപ്പക്കാർ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് കളിച്ചപ്പോ നിങ്ങളും തലയിൽ തൊപ്പി വെച്ചിട്ട് കയ്യിലെ തസ്ബീഹിന്റെ മാല പിടിച്ച് തസ്ബീഹ് ചൊല്ലിയിട്ട് മരിക്കാൻ ഒരുങ്ങേണ്ടുന്ന പ്രായമുള്ള ഉപ്പമാര് പേരമക്കളെ കൂടെ സ്റ്റേജിൽ കയറിയിട്ട് കല്യാണത്തിന്റെ പേരിൽ ഡാൻസ് ചെയ്ത് കൊടുത്തില്ലോ. എടാ നിർത്തടാ, ഇത് ഇസ്ലാമിന്റെ മക്കൾക്ക് യോജിച്ചതല്ല എന്ന് കല്യാണത്തിന്റെ വീട്ടിൽ വന്ന ഹാജിയാർക്ക് പറയാൻ ധൈര്യം തോന്നിയില്ലല്ലോ. നമ്മുടെ സമുദായം മതപ്പതിച്ചു പോകരുത്. ചെറുപ്പക്കാരാ, നീ പുതിയാപ്പളനെ കോലം കെട്ടിച്ചു കൊണ്ടുപോകുമ്പോ ആ സമയത്ത് ചിലപ്പോ നീ അങ്ങ് പെടഞ്ഞ് വീണ് മരിച്ചാൽ നിന്റെ മയ്യത്ത് ഏത് ഭാഗത്തേക്കാ പോകുന്നത്? എന്തേ നീയൊന്ന് ചിന്തിക്കാത്തത്? 25 വർഷക്കാലം കിടന്ന കിടത്തത്തിലായി ആയുസ് ചെലവഴിച്ച പൊയ്യത്തുബയില് അന്തുവിന്റെ വീട്ടിൽ നിന്ന് ഞാനങ്ങ് യാസീനോദി ദുആ ചെയ്ത് ഇറങ്ങുമ്പോ അന്തുവിന്റെ പൊന്നുപ്പാന്റെ കൈപിടിച്ച് സമാധാനത്തിന്റെ മന്ത്രവാക്കുകൾ പറയുമ്പോ ആ ഉപ്പ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഉസ്താദേ, അന്തു മരിക്കുന്നതിന് ഒരൽപ്പം മുമ്പ് പോലും ഇന്നലെ ഉസ്താദ് വൈകുന്നേരം ഉജിറയിൽ വെച്ച് പ്രസംഗിച്ചുവല്ലോ, അതിന്റെ പോസ്റ്റ് അന്തു ലാപ്ടോപ്പിലൂടെ റെഡി ചെയ്ത് വെച്ചതാ. ശരിയാണ്, ഞാനങ്ങ് നോക്കുമ്പോ അന്തുവിന്റെ പോരിൽ പോസ്റ്റ് ഉണ്ടാക്കിയതുണ്ട്. പോരാ, മരിക്കുന്നതിനൊരൽപ്പം മുമ്പ് അടുത്തുള്ള ഒരു കൂട്ടുകാര് വന്നു പറഞ്ഞു, അന്തു, ഞങ്ങളെ നാട്ടിൽ പരിപാടി നടക്കുകയാ, ഞങ്ങൾക്ക് ഒരു ലൈവുകാരെയും കിട്ടിയിട്ടില്ല. ഉടൻ തന്നെ ലൈവുകാരെ ഒപ്പിച്ചു കൊടുത്തതാ അന്തു. എന്നിട്ടൊരൽപ്പനേരം കഴിയുമ്പോഴാ പൊയ്യത്തബയിൽ അന്തു മരിക്കുന്ന വാർത്ത കേൾക്കുന്നത്. ഉമ്മമാരെ, ജീവിതകാലത്തുടനീളം അന്തുവിന്റെ പരിപാടി ഇതാ. 25 വർഷക്കാലം കിടന്ന കിടത്തത്തിലായി ആയുസ് ചെലവഴിച്ച അന്തു കല്യാണം കഴിച്ചിട്ടില്ല, ഒരു പെണ്ണിന്റെ സുഖം ആസ്വദിച്ചിട്ടില്ല, അന്തു ഒരു പെണ്ണിന്റെ രസം ആസ്വദിച്ചിട്ടില്ല, അന്തു കല്യാണം കഴിച്ചിട്ടില്ല. അന്തു എന്ത് ചെയ്തു എന്നറിയോ? എവിടെയെല്ലാം പരിപാടികൾ നടക്കുന്നുവോ അവിടെയുള്ള പരിപാടിയുടെ പോസ്റ്റർ റെഡി ചെയ്യുകയാ, ഓരോ പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയാ. എവിടെയെല്ലാം ദിക്റിന്റെ മജ്‌ലിസ് ഉണ്ട്, എവിടെയെല്ലാം സ്വലാത്തിന്റെ മജ്‌ലിസ് ഉണ്ട്, അവിടെയെല്ലാം അന്തു ആംബുലൻസിലൂടെ പോവുകയാ. ഇന്ന് ഞാൻ ദുആ കഴിഞ്ഞ് ഞാൻ എന്റെ കാറിൽ കയറുമ്പോ അന്തുവിന് വേണ്ടി പ്രത്യേകം തയ്യാറ് ചെയ്ത റൂം അവിടെ പട്ടിണിയായി കിടക്കുകയാ. ആ റൂമിന്റെ മുന്നിൽ ആംബുലൻസ് നിർത്തി വെച്ചിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഇനി ആ ആംബുലൻസിൽ കയറാൻ അന്തു ഇല്ലല്ലോ. അന്തു പോയി ഖബറിൽ കിടക്കുകയല്ലേ. എന്നാൽ അന്തു ഈ റബീഉൽ അവ്വൽ വരുമ്പോ അന്തു വീട്ടുകാരോട് പറഞ്ഞു, എന്റെ റൂമുണ്ടല്ലോ, ഞാൻ താമസിക്കുന്ന സിംഗിൾ റൂമുണ്ടല്ലോ, ഈ റബീഉൽ അവ്വൽ മാസം പ്രമാണിച്ച് നിങ്ങളത് ഡെക്കറേഷൻ ചെയ്യണം, എന്റെ റൂം മുഴുവൻ വൃത്തിയാക്കണം, എന്റെ റൂമിന്റെ ഉള്ളിൽ ലൈറ്റ് വെക്കണം, ഡെക്കറേഷന്റെ ലൈറ്റ് വെക്കണം. എന്തേ? റബീഉൽ അവ്വൽ മാസത്തെ ബഹുമാനിക്കുകയാ. എന്നിട്ട് ആ മാസത്തെ ബഹുമാനിച്ചത് കൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിന്റെ തിങ്കളാഴ്ച രാവിൽ തന്നെ അതാ അന്തുവിന് മരിക്കാൻ സാധിച്ചുവെങ്കിൽ, ചെറുപ്പക്കാരാ, എന്റെ മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയുമോടാ? നിങ്ങളെ മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയുമോ? ഒരുങ്ങിക്കോ.
അല്ല തന്ന ആയുസ് റബ്ബ് പൊരുത്തപ്പെട്ടതിന് വേണ്ടി ചെലവഴിച്ചോ. ഇനി ഇവിടെ നീട്ടി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാ. ഉമ്മ മുഖത്തേക്ക് നോക്കിയിട്ട്, കുഞ്ഞിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആമിന ഉമ്മ പറയുകയാ, മോനെ വിഷമിക്കണ്ട, നിന്റെ ഉമ്മ മരിക്കാൻ കിടക്കുകയാണ്. കുല്ലു ഹയ്യിൻ മയ്യിത്തൂൻ, എല്ലാ ജീവിച്ചിരിപ്പുള്ളവരും മരിക്കും. വകുല്ലു ജദീദിൻ ബാദ്, ഏത് പുതിയ വസ്തുവായാലും പിന്നീട് പഴയ വസ്തുവായി മാറാൻ പോകുന്നൊരു ദിവസമുണ്ട്. വകുല്ലു കബീരിൻ യഫ്നി, എത്ര വലിയ ആളായാലും ഒരു നാൾ നശിക്കാനുണ്ട്, ഒരു നാൾ നാശം വരാനുണ്ട്. മോനെ വഅന മൈത്തത്തുൻ, ഞാനിതാ മരിക്കാൻ പോവുകയാ. മോനെ ഞാൻ മരിച്ചാലും വദിക്രി ബാഖ്, എന്റെ ഓർമ്മയുണ്ടല്ലോ, ആ ഓർമ്മ എപ്പോഴും ഇവിടെ നിലനിൽക്കും. വഖദ് തറക്തു ഖൈറാ, ഉമ്മയായ ഞാൻ ഇവിടുന്ന് മരിക്കുകയാണെങ്കിലും ഞാൻ ഇവിടെ ഒരു ഖൈർ ബാക്കി വെച്ചിട്ടാ മരിക്കുന്നത്. വവലത്തു ത്വഹ്റാ, ഒരു നല്ല കുഞ്ഞിനെയാണ് ഞാൻ ഇവിടെ ജനിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സുമ്മ മാത്തത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു പോയി. ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, ദുനിയാവിൽ നമുക്ക് ആ ഉമ്മാനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ആ ഉമ്മാനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലുഹു, ഒരാഗ്രഹമുണ്ട്, സ്വർഗത്തിലെത്തണം. ഉണ്ടോ? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാ, മുത്തുനബി തങ്ങളെ ഉമ്മാനെ സ്വർഗത്തിൽ വെച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഒന്ന് കൈ വെക്കുമോ? ഹബീബായ തങ്ങളെ ഒന്ന് കാണണം സ്വർഗത്തിൽ വെച്ച്, ആഗ്രഹമുണ്ടോ? ഒന്ന് കൈ വെക്കുമോ? ഉമ്മ ഇവിടുന്ന് തങ്ങളെ കണ്ടിട്ടില്ല, തങ്ങളെ ഒന്ന് കാണണ്ടേ? അല്ലാഹുവേ, നീ നമുക്ക് ഭാഗ്യം തരണം റഹ്മാനേ.